പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. പക്ഷെ അതിലേക്ക് പ്രചോദിപ്പിക്കും. ഈ സമരത്തിന്റെ ഭാഗം ഞാനല്ല. ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു, അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. കരുവന്നൂരിന്റെ ഫലം നിങ്ങൾ കാരക്കോണത്തും കണ്ടില്ലേ? ഇനി പലയിടങ്ങളിലേക്ക് വരും. വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ അങ്ങനെ താഴ്ത്തി കാണണ്ട. പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടും, അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ? ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും. അതാ പറഞ്ഞേ ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം, ആവശ്യപ്പെടാം. അല്ല, ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത ഒരു സൂചനയാണ്. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഞാനല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. പക്ഷെ അതിലേക്ക് പ്രചോദിപ്പിക്കും. അത് പക്ഷേ സമരപ്രഖ്യാപനമല്ല, അത് ടെക്നിക്കലായിട്ടുള്ള കാര്യം. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യണം. പക്ഷെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല. ഈ സമരത്തിന്റെ ഭാഗം ഞാനല്ല. ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു, അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. താങ്ക് യു.